എങ്ങനെയുണ്ട് നമ്മുടെ കോട്ടേജ്? അടിപൊളി, അന്യായ വ്യൂ. തണുപ്പ് വലിയ പ്രശ്നമില്ലല്ലേ? ഇപ്പൊ സൺലൈറ്റ് കൂടെ വന്ന് കഴിയുമ്പോൾ തണുപ്പത്ത് ചൂട് പുട്ടും കറിയും കഴിക്കുന്നില്ല. രാവിലെ ചെറിയ ട്രക്കിങ്ങിനൊക്കെ പോയി. റെസ്റ്റോറൻറ്റ് ഇവിടെ ഒരു കിളിക്കൂട് കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു വലിയൊരു പാറ കട്ട് ചെയ്ത് ദൂരെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ നല്ല ക്ലൗഡ് വന്നിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ പാറയില്ലേ, ഇങ്ങോട്ട് നോക്കിയേ ഓപ്പണായിട്ട്. നമ്മൾ സ്റ്റേ ചെയ്ത കോട്ടേജിൽ നിന്ന് പിറ്റേന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഏകദേശം സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അന്നേരത്തെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ആണോ. അവർ പുറത്തേക്ക് നോക്കിയാൽ തന്നെ ഫുള്ള് ഒരു കളർ തീമിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് സൂര്യൻ ഫുള്ള് പൊങ്ങി വന്നിട്ടുമില്ല, എന്നാൽ ആ സൺറൈസ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പാകത്തിന് നല്ല കിടിലമായിട്ടാണ് സൂര്യനൊക്കെ ഉദിച്ചു വരുന്നത് കേട്ടോ. അപ്പം ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആയിരുന്നു കേട്ടോ. അപ്പം രാവിലെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റായിരുന്നു. അന്നേരമൊക്കെ അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു. അന്നേരം നമുക്ക് ആ രാത്രി കിട്ടിയ സെയിം ടെമ്പറേച്ചർ തന്നെയായിരുന്നു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇപ്പം സൺലൈറ്റ് അത്യാവശ്യം ഇങ്ങനെ വന്ന് നമ്മുടെ മേത്തേക്ക് അടിക്കുന്നതുകൊണ്ട് തന്നെ ആ തണുപ്പിൻ്റെ കൂടെ ഒരു നല്ല ചൂടും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. തണുപ്പും ചൂടും ഒക്കെ വരുമ്പോഴത്തേനും മോർണിംഗ് നല്ലൊരു കിട്ടില്ല ഫീലാണ്. രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് സൂര്യപ്രകാശമൊക്കെ ഉള്ളതെന്ന് പറയില്ലേ, അത് ഇതേപോലെ ഇങ്ങനെ തണുപ്പും സൂര്യപ്രകാശവും കൂടെ ഇങ്ങനെ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കോട്ടേജ്? അടിപൊളി, അന്യായ വ്യൂ. അപ്പൊ വലിയ പ്രശ്നമില്ലല്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ സൺലൈറ്റ് കൂടെ വന്ന് കഴിയുമ്പോൾ സൺലൈറ്റ് വന്നപ്പോ അതിന്റെ ചൂടല്ലേ, ചൂട് ലൈറ്റ് വന്നപ്പോ ഇരുട്ടാട്ടോ ഫുള്ള്. അവിടെ നിന്ന് ലൈറ്റ് ആയപ്പോ ഇരുട്ട്. അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്ത ഈ ഒരു കോട്ടേജ് എന്ന് പറഞ്ഞാൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വന്ന കോട്ടേജുകളാണ് കേട്ടോ, സൂര്യനെല്ലിയിലുള്ള. അപ്പൊ ഇവിടെ ബുക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇത് മലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ക്ലൗഡ് ബെഡ് പോലെ ഇങ്ങനെ മേഘങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ സൂര്യനും ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കും. സൺറൈസ് എങ്ങോടാ? സൂര്യന്റെ നല്ല ചൂട്, നല്ല സുഖം. എങ്ങനെയുണ്ട് ലൊക്കേഷൻ? പൊളിയാണോ? ലൈറ്റ് നമുക്ക് കിട്ടും ഫ്രെയിം കേട്ടോ. ക്യാമറയെക്കാട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വരത്തില്ല. നമ്മുടെ കോട്ടേജിന്റെ മുമ്പിലേക്കാണെങ്കിൽ ആ ഒരു മതിൽ വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് താഴത്തേക്ക് ഇങ്ങനെ കൊക്കയാണ്. അപ്പൊ രാവിലെ ഇറങ്ങി ഇങ്ങനെ വെയിൽ കൊള്ളാനും കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് കിട്ടാനും ഒക്കെ ഒരു പറ്റിയ ഒരു കിഡിലൻ ഒരു ആംബിയൻസ് ഉള്ള ഒരു നല്ല വൈബുള്ള ഒരു ഏരിയ ആണ് ഈ സൂര്യനെല്ലിയിലെ ഈ ഒരു കോട്ടേജുകളൊക്കെ കേട്ടോ. കളറൊക്കെ ഫുള്ള് മാറിയിട്ടോ ലൈറ്റ് കയറിയപ്പോ. നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലം. ഞാൻ ഫുള്ള് തണുപ്പായിട്ട് സെറ്റായി. നമ്മൾ സൂര്യനെല്ലിയിലേക്ക് വന്നതും ഈ കോട്ടേജിൽ വന്ന് സ്റ്റേ ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അതും കൂടെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റേ ചെയ്ത കോട്ടേജുകൾ. ടോട്ടലി ഇവർക്ക് ഏകദേശം ഒരു 6 കോട്ടേജും കുറച്ച് ടെൻറ്റ് സ്റ്റേകളും ഉണ്ട് ഈ ഒരു ലൊക്കേഷനിൽ തന്നെ കേട്ടോ. ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഓൺലൈനായിട്ട് മാത്രമാണ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. KFDCയുടെ സൈറ്റിൽ കയറിയിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സീസണിൽ മിസ്റ്റ് ഇല്ല. ഉച്ചക്ക് നല്ല വെയിലുണ്ട്, അതിൻ്റെ കൂടെ ചെറിയ തണുപ്പുണ്ട് കേട്ടോ. എന്നാൽ വെയിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ തണുപ്പ് എക്സ്ട്രീമായിട്ട് കയറി തന്നെ. ഒരു ഇല പോലും അനങ്ങുന്നില്ല ഇവിടെ. അപ്പോൾ ഈ 10 ടെമ്പറേച്ചറിൽ നമ്മൾ നിൽക്കുമ്പോൾ നല്ലൊരു സുഖം. ബോഡിയെല്ലാം നല്ല രീതിയിൽ തണുത്തായിരിക്കുന്നത്. പിന്നെ നമ്മൾ ചൂടുള്ള സ്ഥലത്ത് നിന്ന് വരുമ്പോൾ നമ്മുടെ ആ ഒരു തണുപ്പ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക. പുല്ലുകളുണ്ട് റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ നിറച്ച് പുല്ലുകൾ ഇങ്ങനെ. പിന്നെ കുറേ ഗാർഡൻസും. പക്ഷെ ഇവിടുത്തെ പൂവുകൾക്ക് കന്യ കളറാണല്ലോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടോ. കൈ അന്യ കളറാട്ടോ. ക്ലൈമറ്റ് ഫുള്ള് മാറി കേട്ടോ ഇവിടുത്തെ. ഇപ്പോൾ രാവിലെ സമയം 8:30 ആയിട്ടുണ്ട്. ഇപ്പം വെയിലിൻ്റെ അത്യാവശ്യം ചൂടും ആ ഒരു തണുപ്പും ഉണ്ട്. എല്ലാം കൊണ്ട് നൈസ് ഒരു വൈബ് കിട്ടുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു മലയുടെ മുകളിൽ. അതായത് സൂര്യനെല്ലിയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി മലയുടെ മുകളിലാണ് ഈ കോട്ടേജുകളെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ടോ. ഫുഡ് കൊണ്ടുണ്ടാക്കി കുറേ ചെയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതിൻ്റെ മേളിക്കട നിറച്ചും ഈ പുല്ലുകൊണ്ട് മേഞ്ഞേക്കുവാണ്. റെസ്റ്റോറൻറ്റ് ഇവിടെ ഒരു കിളിക്കൂട് കണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ ആയിട്ടൊരു വലിയൊരു പാറ കട്ട് ചെയ്ത് റെസ്റ്റോറൻറ്റ്. നമുക്ക് രാവിലെ കട്ടൻ ചായ നമ്മൾ കുടിച്ചു. പിന്നെ ഇവിടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാം. നൈറ്റ് വൈബാട്ടോ, ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു ഇന്നലെ നൈറ്റ് നമ്മൾ. പിന്നെ ഇതിൻ്റെ ഇവിടെ ക്യാമ്പ് ഫയറോ സെറ്റ് ചെയ്യാനായിട്ടൊരു ഗ്രില്ലും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. ഫാസ്റ്റ് ബാക്കി എല്ലാവരും കഴിച്ചു കേട്ടോ. ഞാനാണ് കഴിക്കാനുള്ളൂ. മുട്ടാണ്. ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. കടലക്കറി
ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. പപ്പടമൊക്കെ തണുത്തട്ടോ. തണുപ്പത്ത് പിന്നെ ചൂട് പുട്ടും കറിയും കഴിക്കാൻ നല്ല. നമ്മൾ രാവിലെ ചെറിയ ട്രക്കിങ്ങിനൊക്കെ പോയില്ല. ട്രക്കിങ്ങിനൊക്കെ പോയി വന്നപ്പോഴത്തേനും നല്ല വിശപ്പായിട്ടോ. നമ്മൾ ചെറിയൊരു മലയൊക്കെ കയറിയില്ലേ, കുഴപ്പമില്ല. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇനി ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചെക്കൗട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിയാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് ഇനി ഇവിടെ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകാനായിട്ട് പോവാണ്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മൾ പോണതിന് മുമ്പ് ഇവിടെ ഒരു പേരയിൽ കുറച്ച് പേരക്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 2 പേരക്കയും കൂടെ പറിച്ച് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് നൈസ് ഒരു എക്സ്പീരിയൻസും നൈസ് വൈബും ഒക്കെ തന്ന ഒരു സ്ഥലമാണ് ഈ ഒരു KRTCയുടെ ഈ കോട്ടേജുകളും ഈ ഒരു ലൊക്കേഷനും ഒക്കെ കേട്ടോ. ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇപ്പം മറ്റേ നീല പോയിട്ട് വേറൊരു കളർ കയറിയിരിക്കണമെങ്കിൽ ഞാൻ ഇറങ്ങാണ്ട. അവിടെ പ്ലേറ്റ് റൂമിലുണ്ടായിരുന്നു. ഒരു പ്ലേറ്റ് മേടിച്ചായിരുന്നു.